അപ്പോൾ അതാ മക്കൾ രണ്ടാളും സ്കൂളിൽ പോയി. അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ജോലികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി സീറ്റ് ഔട്ടും കാര്യങ്ങളും ഹാളൊക്കെ ഞാൻ അടിച്ച് വാരി ക്ലീനാക്കി. അതിൻ്റെ ശേഷം അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളയിലുള്ള യുദ്ധങ്ങളാണ്. മക്കൾക്ക് നേരത്തെ തന്നെ ചോറ് വേണം കേട്ടോ. കാരണം സ്കൂൾക്ക് ഒരു ചോറ് കൊണ്ടാണ് പോവാറ്. നുനുവിന് പിന്നെ ചോറ് അവിടെ ഉണ്ടാവും, പക്ഷേ ഓളത് വാങ്ങുന്നില്ല. നിഷുവിന് പിന്നെ ഞാൻ ആദ്യമേ ചോറ് കൊടുത്തേക്കലാണ്, കൊണ്ട് സ്കൂളിൽ ചോറില്ല. അപ്പം ഞാൻ ഓന് കൊടുത്തേക്കണ കൂട്ടത്തിൽ ഓക്കും കൂടെ ആക്കി വിടും കേട്ടോ. ഓളത് വാങ്ങി കഴിക്കൂല. പ്രത്യേകിച്ച് എന്തെങ്കിലും സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചോറ് വെക്കാത്തതെന്ന് മാത്രമേ സ്കൂളിൽ നിന്ന് ചോറ് വാങ്ങലുള്ളൂ കേട്ടോ. പിന്നെ അതാക്കണേ നിനക്കൊന്ന് പുറത്ത് പോകും വേണം. പുറത്തുനിന്ന് വെച്ചാൽ ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ ഒന്ന് വേഗം ഒരുക്കിയിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇട്ട് പോയിക്കാണ്ട് പോരുമ്പോക്കിന് പിന്നെ വന്ന് കഴിഞ്ഞാൽ മടിയേക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വാരികാണെന്ന് വേഗം വൃത്തിയാക്കി ക്ലീനാക്കിയതിന് ശേഷം പോകാമെന്ന് കരുതി. അടിച്ച് വാരിയത് തന്നെ 100 വട്ടം വാരാണ്ടാവും. കാറ്റടിച്ചുമ്പോക്കിന് അങ്ങോട്ടൊന്ന് പാറും ഇങ്ങോട്ടൊന്ന് പാറും. അതെന്നെ അടിച്ചേരിക്കണം ഒരു പണിയേക്കാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ഇതാക്കണേ ഈ കിച്ചണൊന്ന് ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇന്നലെ ഞാൻ സ്റ്റോർ റൂം ഒന്ന് ശരിയാക്കിന് കേട്ടോ. സ്റ്റോർ റൂം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആകാലം കോലായി കിടക്കിന്. കുറേ ദിവസമായി ഞാൻ സ്റ്റോർ റൂം ശരിയാക്കിയിട്ട്. സ്റ്റോർ റൂം ശരിയാക്കിയാണ് വേസ്റ്റും കവറും കാര്യങ്ങളൊക്കെ നമ്മളെ കർമ്മസേനക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം സ്റ്റോർ റൂം ഒന്ന് ക്ലീനാക്കി വെച്ചിന്. ഇതാക്കണം ഞാൻ അടുക്കളയിൽ വലിയ യുദ്ധമാണ്, അടുത്ത യുദ്ധം. മക്കൾ പോയതിൻ്റെ ശേഷമുള്ള യുദ്ധമാണ്. ചോറ് വേഗം ഉണ്ടാവും കേട്ടോ. പിന്നെ ജസ്റ്റ് ചെറിയ കറിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. മീനൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മീനൊക്കെ ഒന്ന് പൊരിച്ചാനും കറി വെക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. ചോറ് വേഗം അതിൻ്റെ ശേഷം പിന്നെ കേട്ടോ. പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാവില്ല. വേഗം എന്തെങ്കിലും ഉപ്പേരിയോ കേങ്ങോ എന്തെങ്കിലുമൊക്കെ പൊരിച്ചിട്ടൊക്കെ ഓല വിടുവേ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള യുദ്ധങ്ങളാണ് ഇതൊക്കെ പാടെ. ഇതൊക്കെ ഞാൻ മോറി വജ്ജാക്കുമ്പോൾ തന്നെ ബാങ്ക് ഇപ്പോൾ കൊടുക്കും. ഇതൊന്നും ക്ലീൻ ആക്കാതെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ പിന്നെ മടിയേക്കാരം കേട്ടോ. പിന്നെ അതൊക്കെ എടുക്കണമല്ലോ എന്ന് ആലോചിച്ച് കാണില്ല ഒരു മടിയേക്കാരം. അപ്പോൾ എവിടേക്കെങ്കിലും പോണതിന് മുന്നേ തന്നെ അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഇപ്പോൾ ആ പണിമക്ക് നോക്കണ്ടല്ലോ. പിന്നെ ചോറയിച്ചാണ് കുറച്ച് നേരം സ്കൂളിട്ട് മക്കൾ വരുമ്പോഴേക്കും കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് കരുതും. വന്നാൽ പിന്നെ വീണ്ടും അടുക്കളയ്ക്ക് കയറാനായില്ലേ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചതുണ്ടായിനി ആദ്യം തന്നെ. അതൊക്കെ വേഗം അതിൻ്റെ തട്ടുമക്കൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാക്കണം ഞാൻ ഈ മുട്ടത്തോട് എടുത്ത് വെക്കലുണ്ട്. അതിൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ്, പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഇനി ബാക്കിയുള്ള പാത്രം കൂടി വേഗമൊക്കെ മൂറി എടുത്ത് വെക്കട്ടെ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇതെത്ര കഴുകിയാലും പിന്നെയും നിറയണ ഒരേ ഒരു സാധനങ്ങളാണ്. ഇതൊരു ദിവസം എത്ര വട്ടമാണ് ഞാനിത് കഴുകി വെക്കൽ. ഞാനെന്നല്ല എല്ലാ പെണ്ണുങ്ങളെയും പണി തന്നെയല്ലേ കാരം. ഇത് മൂറ എടുത്തക്കുക, പിന്നെയും മൂറ എടുത്തക്കുക. മൂറ മീൻസ് കഴുകുക, കഴുകിയെടുത്തൊക്കെ തന്നെയാണ് പണി കേട്ടോ. പിന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കിച്ചണല്ലേ, അതായത് നമ്മുടെ അടുക്കള നല്ല സെറ്റായി സൂപ്പറാക്കി കൊണ്ടടക്കുക എന്നല്ല ലെവൽക്ക് ആ മൈൻഡിൽ അങ്ങോട്ട് ചെയ്താൽ ഒരു മടിയും വരില്ല കേട്ടോ. മടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആരും വരില്ല. നമ്മൾ തന്നെയല്ലേ ചെയ്യാനുള്ളത്. അത് നമ്മൾ തന്നെയാണ് ചെയ്യുക സമാധാനത്തിൽ സന്തോഷത്തിൽ. എൻ്റെ പേരും കൂടി എൻ്റെ അടുക്കള എന്ന് പറഞ്ഞ് കാണുന്ന സമാധാനത്തിലാണ് ചെയ്യുമ്പോൾ നല്ല വേസ്റ്റും കാര്യങ്ങളും കളയാതെ തന്നെ ഈ സിങ്കൊക്കെ എടുത്തേക്കണോണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേസ്റ്റ് എടുത്തുകൊണ്ട് വേസ്റ്റ് പിന്നിക്ക് ഇടുന്നത്. പിന്നെ എളുപ്പത്തിൽ വേഗം തീർക്കാമെന്നുള്ള ലെവൽക്ക് സിങ്കിൻ്റെ അടപ്പെടുത്ത് പൊക്കിയതായിരുന്നു കേട്ടോ ഒരു ദിവസം. അത് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം എളുപ്പത്തിൽ പണി തീർത്താൽ ആ സിങ്ക് കൂടെ അല്ലേ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വിടലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒരു ദിവസം സ്പൂണും കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ എൻ്റെ ചട്ടിയിൽ എണ്ണ തേക്കണ ആ ബ്രഷ് ഉണ്ടല്ലോ, അതൊക്കെ അതിലങ്ങ് ഒരു പോക്കാണ് പോയി കാണും. ലാസ്റ്റ് അവിടെ പോയി കാണാൻ തൊടുവിൽ ആ പൈപ്പിൻ്റെ ചോട്ടിൽ പോയാണ് കുടുങ്ങിയിട്ടോ. പിന്നെ വെള്ളം ഇങ്ങോട്ട് വരൽ തുടങ്ങി. ലാസ്റ്റ് ഞാൻ മുക്കി ചിന്തൽ തുടങ്ങി. അതിൻ്റെ ശേഷം എൻ്റെ മാപ്പിള പറഞ്ഞ് ഇഞ്ചി മേലാലിഞ്ച് അത് പണി എടുക്കരുത്, പാത്രം ചട്ടി മോറാണെന്നുണ്ടെങ്കിൽ ആ സാധനം എടുത്ത് കണ്ട് അവിടെ പൊക്കി കാണ്ട് വേസ്റ്റ് കളയാൻ നോക്കരുത്. വേസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തിട്ട് കാണി ചെയ്തുകൊണ്ടേ, അല്ലെങ്കിൽ ജെന്നെ കുടുങ്ങും, ഞാനത് ചെയ്ത് തരൂല. അതിൻ്റെ ശേഷം പിന്നെ പേടിച്ച് കാണി ഞാൻ വേസ്റ്റ് കച്ചിട്ട് വാരിക്കണം. ആ വേസ്റ്റ് പാത്രത്തൊക്കെ കണ്ടെടുത്തേക്കും കേട്ടോ. നമുക്ക് തന്നെ പണി കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ ബാക്കിയുള്ള പാത്രം കൂടിയൊക്കെയാണ് വേഗം മോറാൻ വേണ്ടിയിട്ടാണ് സിങ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാക്കണം ഒതുക്കി പൊറുക്കി കണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുപ്പികളും കാര്യങ്ങളൊക്കെ കണ്ട് ഒതുക്കി പൊറുക്കി സെറ്റാക്കി വെക്കണമുണ്ട്. എത്ര ഒതുക്കി പൊറുക്കി വെച്ചാലും ഞാൻ എന്നെ ഇങ്ങോട്ട് വലിച്ചിടണത്. പിന്നെ ഞാൻ എന്നെ അങ്ങോട്ട് തന്നെ തിരിച്ച് കയറ്റും. അതന്നെ ഒരു പണി. ഏതായാലും ഇപ്പോൾ അതാക്കണ വേഗം സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും വീഡിയോസിൽ ഓടിക്കൊണ്ടിരിക്കണ മാതിരി സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും വേഗം എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ കേട്ടോ. അങ്ങനെ അതാ ഗ്യാസും കാര്യങ്ങളൊക്കെ അവിടെ തോത്തി തുടച്ച് ഫ്രിഡ്ജിക്കുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ചോറും കറികളൊക്കെ ശരിയാക്കി മൂടി. എൻ്റെ റേക്കും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന്. കാരണം ഇന്നല്ല, ഇന്നലെ സ്റ്റോർ റൂം ശരിയാക്കിയതാണ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പികളൊന്നും ചിലപ്പോൾ ലെവലിക്കൊന്നും ആവില്ല. എടുക്കണ വേജാറുകൊണ്ടേ രാവിലത്തെ ഈ വട്ടപ്പാച്ചിലിൻ്റെ ഇടക്ക് കുപ്പികളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ആകെ തലതിരിഞ്ഞ് കിടക്കിന്. അത് പിന്നെ ഇന്നലെയൊക്കെ ഒന്ന് ശരിയാക്കിയോണ്ടാണ് ആ ചൊറുക്കിലവിടെ നിൽക്കുന്നത്. പിന്നെ അതാക്കണ ഗ്യാസിൻ്റെ ഇലയൊക്കെ തോത്തി തുടച്ച് തൊണ്ടും തുടച്ചതിന് ശേഷം ബാക്കി പാത്രങ്ങൾ മുറികാണ്ട് അവിടെ വട്ടപ്പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എടുത്തേക്കണം. പിന്നെ അത് എടുത്തേക്കാലം മൂട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം ഞാൻ വേഗം കഴുകിയതിൻ്റെ ശേഷം തന്നെ വേഗം എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ അതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞ് സിങ്കും കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ.
കഴിക്കുമ്പോൾ കരുതും നമ്മൾ പാത്രം ചട്ടി എന്നില്ല പാകത്തിനുള്ളൂ. പക്ഷേ ഇതാ കുക്കിങ്ങൾ കഴിഞ്ഞാണ്ടല്ലേ എവിടുന്ന് അതൊക്കെ പട വരുന്നത് നിശ്ചയം അറിയില്ല കേട്ടോ. എത്രങ്ങാനും ഒരു പാത്രം ചട്ടിക്കാരം മോറാണ്ട്. പിന്നെ ഇപ്പം ഞാൻ എന്നല്ലേ ഇതൊക്കെ എടുത്തിരുന്നത് എഴുതികൾ പിന്നെ സമാധാനിച്ചാണ് മോറല്ല. അതിപ്പോൾ എന്താ കാട്ടണത്? അങ്ങനെ അതൊക്കെ കൗത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേണ്ടതാ. ഒന്നും കൂടി ഞാൻ തോത്തി തുടച്ച് ഏത് നേരം തന്നെയല്ലേ പണി തുടക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പണി ഇപ്പം തന്നെയല്ലേ നമ്മുടെ കിച്ചണ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങോട്ട് സമാധാനിക്കടോ. എല്ലാവർക്കും ഇപ്പം തന്നെയല്ലേ പണി. അത് ഞങ്ങൾ സന്തോഷത്തിലാണ്ട് എടുക്കുക. അപ്പം നല്ല ഉഷാറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ അതാക്കണ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടു. വൈകുന്നേരത്തേക്കുള്ള ചായ, അതായത് രാവിലെ കാച്ച ചായ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. മക്കൾക്ക് അതാണ് ഇഷ്ടം, തണുത്ത ചായ. അതങ്ങോട്ട് മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാക്കണത് തിണ്ടൊക്കെ തിണ്ട് തുടച്ചതിൻ്റെ ശേഷം ചാടിയ വേസ്റ്റുകളൊക്കെ ഒന്ന് കൂടി അടിച്ചേരിക്കാണ്ട് ക്ലീൻ ആക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം അവിടെ അടിച്ച് വാരിയിട്ട് പോരാത്തൊരു സാധനം, ഉള്ളിയുടെ ഒരു പൊട്ട്, അതായത് ഉള്ളി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടിച്ചേരി നീക്കിയിട്ട് പോയിരുന്നു എന്നല്ല. അതിൽ ലാസ്റ്റ് ഞാൻ കുത്തി തിരികേണ്ട അടിച്ചേരിപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇനി ഇതൊക്കെ ഒന്ന് പോയി വാരിയിട്ടോ. വാരി വേസ്റ്റൊക്കെ ഒന്ന് തൊടുവ് കൊണ്ടുപോയിട്ടെ. അതൊക്കെ തൊടുവിൽ കൊണ്ടുപോയിട്ടതിൻ്റെ ശേഷം ഇതാക്കണം ഇവിടെ അടുക്കളൻ്റെ ഭാഗത്ത് നിറച്ചല വീണ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാക്കണ നമ്മളെ കിളിയാളാണ് ഇട്ടത്. 4 കിളികളുണ്ട്, ലോ ബേർഡ്സ് ആളെ. ഓരോ ഒച്ചമ്പളും കേൾക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഇതാക്കണ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ അടുക്കളൻ്റെ ഒരു ചുർക്ക് ഈ തുടപ്പിൻ്റെ ബക്കറ്റ് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടേക്കാം കേട്ടോ. ഇത് ഞാൻ വല്ലാതെ എടുക്കലില്ല. ആ തുടപ്പേറ്റ് തുടച്ചാൽ ഒരു വൃത്തിയില്ലാത്ത മാതിരി കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ തന്നെയാണ് വാങ്ങിയത്. മോഡലൊക്കെ കണ്ട് വാങ്ങിയതാണ്. പക്ഷേ ആ മോഡൽ തന്നെ ഉള്ളതിനും പറ്റൂല. പിന്നെ നമ്മൾ ആയുധത്താണ്, ഏറ്റവും നല്ല ആയുധത്താണ്. എത്ര എളുപ്പം കൊണ്ട് ആ തുടക്കൽ വെച്ച് അറിയോ. ആ ലൈറ്റൊക്കെ കണ്ട് ഓഫാക്കിയാണെങ്കിൽ തുടക്കാല്ല പോക്കാണ് കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ ലൈറ്റ് ആകെ ലൈറ്റാണ്. ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ പേരൻ്റെ ആകെ ലൈറ്റേക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി വന്നപ്പോൾ ഇതാക്കണം കോണിമ്മ കൂടെ ഇഷ്ടം പോലെ. ഇതൊക്കെ വാഷിംഗ് മെഷീൻക്ക് ഇടാല്ലതാണ്. ആരോടുമില്ല, ഞാൻ തന്നെ ഇടണം. അതങ്ങോട്ട് കൊണ്ടേടിയെന്ന് പറഞ്ഞാൽ ഒറ്റൊന്നും കേൾക്കില്ല. പോരാത്തത് മദർസ് ഇട്ടെന്ന് അങ്ങോട്ട് കഴിച്ചിട്ടത് മുഴുവനും അതും ഉണ്ട് അവിടെ. ഞാൻ അതൊക്കെ നുള്ളിപ്പുറിക്കാണ് റൂമിലൊന്നും ഒതുക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ റൂമിലാണ് ഞാൻ ഇഷ്യൂൻ്റെ ഒക്കെ വെക്കൽ. ഓൻ്റെ മദ്രസത്തെ ബുക്കും കാര്യങ്ങളും അതേപോലെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തേക്കട്ടെ. പിന്നെ ബാക്കിയിൽ തിരുമ്പാലത് മെഷീനിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കേട്ടോ. ഇപ്പോൾ അതാറിയുമ്പോൾ സമയവും കാര്യങ്ങളൊക്കെ ആവും. എത്ര എളുപ്പം കൊണ്ടാണ് സമയം പോണത്. അപ്പോൾ അത് ഇനിയൊന്നും തുടക്കാനും കൂടി ഉണ്ട്. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇതിലുള്ളതൊക്കെ ഒന്ന് മടക്കി റേക്കൊക്കെ കയറ്റിയേക്കട്ടെ. തിരുമ്പാലതൊക്കെ ഒന്ന് മെഷീനിൽ എടുത്തിടാനും ഉണ്ട്. ഇത് നുനുവിൻ്റെ റൂമാണ് കേട്ടോ. പക്ഷേ ഓൾ ഇവിടെ കിടക്കലൊന്നുമില്ല. ഓള് ഞങ്ങൾ ബെഡ്റൂമിൻ്റെ താഴെ ബ്ലാങ്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കട്ടെ. ഓൾക്ക് ഇവിടെ ഒറ്റ കിടക്കാൻ പേടിയാണെന്നും പറഞ്ഞങ്ങാണ്ട് ഓള് കിടക്കൂല. ഓള് ഞങ്ങളെ റൂമത്തിൻ്റെ താഴെ തന്നെയായിട്ടാണ് കിടക്കൽ. അപ്പോൾ അത് അങ്ങനത്തെ മടക്കി വെച്ചതിന് ശേഷം ഇത് പുറത്ത് പോകുമ്പോഴാന്ന് എത്തിക്കാണ്ട് അത് അവിടെ തന്നെ എടുത്തേക്കാണ് കേട്ടോ. ഇഷുവിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ബാഗിൽ എടുത്ത് വെച്ചിട്ട് ആ കട്ടിലിൻ്റെ ആ ഇതുമാണ് തൂക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ മദ്രസക്ക് പോകുമ്പോൾ ഓനെടുത്ത് പോകാൻ നല്ല എളുപ്പേക്കാരം. രാവിലെ നിസ്കാരം കഴിഞ്ഞാണ്ട് നിസ്കാരപ്പായയുടെ വീട്ടിൽ തന്നെ വെച്ച് പോയതായിരുന്നു കേട്ടോ. അടിച്ചു തരാൻ വരുമ്പോൾ എടുത്തേക്കാന്ന് എഴുതിക്കാണ്ട്. അപ്പോൾ അടിച്ചു തരാൻ വന്നിടത്തുനിന്ന് അങ്ങോട്ട് എടുത്തേച്ചു. ഇനി പിന്നെ അത് കടക്കിന്ന് ഇങ്ങോട്ട് എടുത്തേച്ചു കേട്ടോ. അങ്ങനെ ഒരു പണി നേരത്തെ തന്നെ ആ പണി എടുത്തേച്ചാൽ പിന്നെ എടുത്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് ചെയ്യൂല. അപ്പോൾ വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കും. അപ്പോൾ ഇതാക്കണ സ്കൂൾക്ക് മാറ്റാല്ല അതൊക്കെ മാറ്റി റെഡിയായി പോയിൻ്റെ അടുത്ത കോലാഹലാണ് ഈ കാണുന്നത്. ഈ കണ്ട മുടി മുഴുവനും ഈ ചെറുപ്പമ്മലും ഓടിമടി ഇട്ടുകൊണ്ട് ഓള് പോട്ടെ. എത്ര പറഞ്ഞാലും കേൾക്കൂല. പിന്നെ ഇപ്പോൾ ഈ അകത്ത് മുടി വീണ് കഴിഞ്ഞാൽ തുടക്കുമ്പോൾ ഇഷ്ടം പോലെ മുടിയാട്ടെ. എത്ര ഞാൻ അടിച്ചു വരിയാലും മുടിക്ക് യാതൊരു പഞ്ചം ഉണ്ടാവില്ല. ഇതാക്കണം 2 ചെറുപ്പമ്മളോളം മുടിയേക്കാരം. അതൊക്കെ എന്നാൽ പുറത്തേക്ക് എടുത്തിട്ട് കേട്ടോ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഓൾ എടുത്തുക്കണമെന്നല്ലാതെ ഓളത് തിരിച്ച് വെക്കൂല. ഞാൻ എന്നെ തിരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഞാൻ അടിച്ച് വരുന്നതിൻ്റെ മുന്നേ ഒതുക്കി വെക്കണതാണ്. ഇന്നിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് വേഗം കണ്ട് അടിച്ച് വരാമെന്ന് കരുതിയിട്ട് അതൊക്കെ പിന്നെ ലാസ്റ്റ് അകത്തൊക്കെ കയറുമ്പോൾ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ടേബിളൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ അയൺ ചെയ്യുന്ന ബോക്സും കൂടി ഞാൻ അവിടെ നിന്ന് എടുത്ത് വെക്കട്ടെ. ഇവിടെ തന്നെയാണ് ഓൾ ചെയ്യൽ. ഈ ടേബിൾ മറ്റാണ് ചെയ്ത് കാണാണ് ഓളോ കാര്യം കഴിഞ്ഞ് ഓളോടെ പോകും. പിന്നെ ഞാനത് അങ്ങോട്ട് എടുത്ത് വെച്ച് കണ്ടോ. തിരുമ്പാലത് മുഴുവനും ജനൽമലോടും കൂടെയൊക്കെ എടുത്ത് വെക്കും. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി ലെവലാക്കിയതിൻ്റെ ശേഷം ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ വേറൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിരുമ്പി വെച്ചത്. അതൊന്ന് ഉണക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിലിട്ടോ. വെയിലത്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നേരെ മഴ കഴിഞ്ഞതാണെന്ന് ആരും പറയില്ല. അജ്ജാതി വെയിൽ. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വേഗം വെയിലത്തിട്ട് കേട്ടോ. പോകാനുള്ള സമയം തിരക്ക് കൂട്ടാണ്ടോ. എൻ്റെത് കഴിഞ്ഞില്ലേന്നും പറഞ്ഞാണ്ട് അവിടെ നിൽക്കിഞ്ചത് ഇപ്പോൾ കജ്ജെന്ന് പറഞ്ഞാണ്ട് ബെഡ്ഷീറ്റും ചിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചിക്കൽ കഴിഞ്ഞ് എൻ്റെ ചെടികളൊക്കെ നോക്കിയാണെങ്കിൽ ആകെ ഉണങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇജ്ജാതി വെയിൽ എൻ്റെ ചെടിയൊക്കെ പറ്റണില്ല. അപ്പോൾ ഇതാക്കണ് റൂമിലൊന്ന് വന്നുകൊണ്ട് ആ കർട്ടനൊക്കെ നീക്കിയിട്ടുണ്ട്. ഇതൊക്കെ അടിച്ച് വരുമ്പോൾ തട്ടിക്കുട്ടി പോയതാട്ടോ. മടക്കി വെച്ചിട്ടില്ലേനി. തുടക്കാൻ വരുമ്പോൾ മടക്കി വെക്കാന്ന് കരുതി കാണാം. അപ്പോൾ ആ റൂമിലുള്ള ബെഡ്ഷീറ്റും ഒക്കെ മടക്കി വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ആ റൂമിൽ വന്ന് കണ്ട് ആ ബ്ലാങ്കറ്റും കൂടി ഒക്കെ ഒന്ന് മടക്കി വെച്ച് കേട്ടോ. തലക്കിനും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് ലെവലാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സമാധാനമാണ് അറിയാം. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാക്കണം ഞാൻ പോയിക്കാണ്ട് തുടക്കാല വെള്ളം എടുക്കട്ടെ എഴുതിയാണ് ബാത്റൂമിലൊന്ന് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ആ ബക്കറ്റിൽ വെള്ളം എടുക്കാൻ കേട്ടോ. അപ്പോൾ തുടക്കാല വെള്ളത്തേക്ക് ലൈസോളൊന്ന് തുള്ളി പയറുന്നുണ്ട്. അതാവുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവും. ഈച്ചകൾ ഉറുമ്പോളൊക്കെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ തുടക്കലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് തുടക്കണത്. പിന്നെ ആ വെള്ളം മാറ്റിയതിൻ്റെ ശേഷമാണ് സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടല്.
ഫസ്റ്റ് തന്നെ ഞാൻ റൂമിലൊക്കെ ഉണ്ട് തുടക്കൽ 3 റൂമിലും ആദ്യം തന്നെയാണ് തുടക്കും കേട്ടോ. പിന്നെ ആ വെള്ളം മാറ്റിയതിന് ശേഷം സിറ്റ് ഔട്ടുക്കും ഹാൾക്കും അടുക്കളയ്ക്കൊക്കെ അങ്ങനെ വേറെ വെള്ളം ആയിക്കാണ് അങ്ങനെ മാറ്റി ലെവലിലേക്ക് കൊണ്ടുപോകാറില്ലാണ് കേട്ടോ. ആ വെള്ളം കൊണ്ട് തന്നെ എല്ലായിടത്തും തുടക്കമൊന്നുമില്ല. പിന്നെ സിറ്റ് ഔട്ടും ആദ്യം തുടക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ പൂച്ചകളും പട്ടികളൊക്കെ കയറുന്നതല്ല. അപ്പോൾ ആദ്യം തന്നെ അത് തുടച്ചാണ് ഇതിലൊന്നും തുടക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടുന്നത്. ആദ്യം റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ തുടച്ചിടും. പിന്നെ നിസ്കരിക്കാനൊക്കെ നിൽക്കണതല്ലേ, അപ്പോൾ അങ്ങനെ തുടക്കണ്ടെന്ന് കരുതിയിട്ട് റൂമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം സിറ്റ് ഔട്ട് തുടക്കാൻ വേണ്ടി പോകും കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ തുടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ തുടച്ച് പിന്നെ ആളും അടുക്കളയും കൂടെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്നും തുടക്കലുണ്ട് കേട്ടോ. എന്നും തുടക്കുക വെച്ചാൽ നല്ല എന്താ പറയുക രീതിയിൽ അങ്ങനെ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുടപ്പ് പൊടിയിലൊന്ന് വെള്ളം മുക്കിയിട്ട് എന്നും അങ്ങനെ തുടക്കുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതും. പക്ഷെ എന്നാലും പൊടികളുണ്ടാവും. അടിച്ചേരാതെ ഉടായിപ്പ് പണിയും കാര്യങ്ങളൊന്നും തുടക്കാനൊന്നും അങ്ങനെ പറ്റൂല കേട്ടോ. കാരണം വെള്ളമായതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ തന്നെ അതറിയും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഡെയിലി തുടക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതാക്കി തുടക്കല്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയാണൊന്നും ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോരും കേട്ടോ. എന്നാലൊരു സമാധാനമാണ്. എന്നും തുടക്കുമ്പോൾ നല്ലൊരു വൃത്തിയിൽ നിൽക്കുമല്ലോ. മറ്റേത് വേഗം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയും കേട്ടോ. എത്ര നമ്മൾ തുടച്ചാലും ഈ പൊടി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെ തുടച്ച് നീറ്റാക്കി ക്ലീൻ ആക്കിയാലും പൊടിക്ക് യാതൊരു കമ്മിയില്ല കേട്ടോ. അപ്പോൾ അതാ ഹാളും കാര്യങ്ങളൊക്കെ തുടക്കൽ കഴിഞ്ഞിന്. ആ ടേബിളുമ്പോൾ കിടക്കുന്നത് മുഴുവനും മടക്കി വെക്കാനാണ് കേട്ടോ. കാരണം 2 ദിവസത്തെ വെയിലിൽ ഞാൻ വേഗം മെഷീനിൽ തിരുമ്പിയിട്ട് വെയിലത്തിട്ട് കാണ്ട് ഉണക്കി വെച്ചതാണ്, വെയിലൊളിച്ച് കാണ്ട്. മറ്റേതൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ കാര്യം എഴുതിക്കാണ്ട് മടക്കാനാണ് അവിടെ കിടക്കണത്. അത് കഴിഞ്ഞ ആളും തുടച്ച് കാണ്ട് ഇതാക്കണം, അടുക്കളയിലെത്തിക്കണം. അടുക്കളയത്തും കൂടിയും തുടക്കൽ കഴിഞ്ഞാൽ വേഗം കുളിക്കാൻ കയറാലോ എന്ന് കരുതിയാണ് വേഗം അടുക്കളയും കൂടി തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടട്ടെ. അങ്ങനെ ഇതാക്കണ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടച്ച വടിയും കൂടി ഒന്നും തിരുമ്പിയിട്ടിട്ട് അത് ആ ബക്കറ്റിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നാളെ വരെ അവിടെ കിടക്കൂലേ. അപ്പോൾ പിന്നെ ഞാൻ തുടച്ച വടി അപ്പം തന്നെ ഞാനാണ് തിരുമ്പിയിടല. എന്നാൽ പിന്നെ അതവിടെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും തുടക്കുന്ന സമയത്ത് ഒരേ വടി തന്നെ ഉപയോഗിക്കില്ല കേട്ടോ. 2 വടി മാറി അങ്ങനെ എടുക്കലാണ്. കാരണം വെള്ളം ആയതുകൊണ്ട് വേഗം നമ്മുടെ തുടപ്പ് വടിമത്തെ ചളി അകത്തേക്ക് പിടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ വടിയും കാര്യങ്ങളൊക്കെ വേഗം തിരുമ്പിക്കാണ്ട് അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കേകി ചവിട്ടിയും കൂടി എടുത്ത് എന്താണ് വെയിൽ, നല്ല രീതിക്കാണ് കേട്ടോ ഇന്നത്തെ വെയിൽ. അപ്പോൾ അതാണ് ആ ചവിട്ടിയും കാര്യങ്ങളൊക്കെ അടുക്കളയിലാണ് സെറ്റാക്കിയിട്ടതിൻ്റെ ശേഷം വേറെ ചവിട്ടിയും കൂടി ഉണ്ട്. അത് ഈ സിങ്കിൻ്റെ ഒട്ടിലും കൂടിയാണ് ഇടുകയാണ് കേട്ടോ. മറ്റേതിൻ്റെ നിഷു കൈയാക്കി കഴിഞ്ഞാൽ ആകെ വെള്ളക്കാറ് കേട്ടോ. അത് കാരണമാണ് ആ ചവിട്ടികൾ ഇട്ടുന്നത്. അപ്പോൾ അതാ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീറ്റും വൃത്തിയും ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തത്. അപ്പോൾ അതാ ആ ചവിട്ടിയും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ വാതിലും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണം പോകാൻ. ബാങ്ക് കൊടുത്തു. എത്ര എളുപ്പം കൊണ്ടാണ് ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതാ തുടച്ചപ്പോൾ എല്ലാ റൂമിലും ഒരു ഫാനും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എവിടെ പോയാലും ലൈറ്റും ഫാനും അത് നിർബന്ധമാണ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ കുളി കഴിഞ്ഞിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് പോവാൻ. അപ്പോൾ അതാ ഞാൻ അധികം മേക്കപ്പും കാര്യങ്ങളും ചെയ്യണില്ല. ഈ ഒരു ക്രീം ഇതിൻ്റെ മകൾ വാങ്ങി തേക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടി തുള്ളി തേക്കലുണ്ട്. എന്തോ ഗ്ലോയോ കാര്യങ്ങളൊക്കെയാണ് അത് കിട്ടണതെന്ന് പറഞ്ഞു. പിന്നെ അത് തേച്ചാൽ വേറെ കാര്യങ്ങളൊന്നും വേണ്ട മുഖത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതിന് തുള്ളിയൊക്കെ എടുത്ത് കാണി ഞാനാണ് തേച്ചു കേട്ടോ. ഞാനും അത്യാവശ്യത്തിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് പുറത്ത് പോകുന്ന സമയത്തൊന്നും അത്ര ചെയ്യലില്ല. വലിയ കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഏത് ക്രീം തേച്ച് കഴിഞ്ഞാലും നമ്മളെ പൗഡർ അതില്ല ഞാൻ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഒരു തുള്ളി കൈ കൊട്ടിക്കാണ്ട് അത് മുഖത്തൊക്കെ ആകണ്ടാക്കി അപ്പോൾ നല്ലൊരു സമാധാനം കേട്ടോ. അതില്ലാതെ ഏത് ക്രീം ഇട്ടിട്ട് എന്താ കാര്യം, അതല്ല മെയിൻ. പിന്നെ ഇതാക്കാൻ ഡാസ്ലറിൻ്റെ ഒരു കൺവെച്ച് എടുത്തുകൊണ്ട് എഴുതുന്നുണ്ട് അതിൽ. എനിക്ക് ഐലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണമെങ്കിൽ കുറച്ചൊക്കെ ഒരു സമയം വേണ്ട. മേം ബേജാറ് വിട്ട് എഴുതിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ദിഗംബരൻ്റെ ലുക്കിലേക്ക് വരട്ടെ. ആകെ കണ്ണുമ്മ കൂടെയൊക്കെ പിറന്നിക്കാണ്ടേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ നിൽക്കി കുറച്ച് നേരം ഈ ഒരു കണ്ണുമ്മത്തതൊന്ന് എഴുതി കഴിയട്ടെ എന്നിട്ട് പോരാന്നും പറഞ്ഞാണ്ട് നിൽക്കുകയാണ് കാണും കുറേ നേരമായിട്ട്. അപ്പം അതിന് നിർത്തൽ തുടങ്ങിയിട്ട് അങ്ങനെ ഇതാക്കളെ ഞാനിപ്പോൾ ഇടാൻ പോണത് ഈ കമ്മലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫാൻസി കമ്മൽ ഇട്ടിട്ട് സ്വർണ്ണത്തിനോടൊന്നും വലിയൊരു ഇതില്ലാത്തത് കേട്ടോ. ഞാൻ അധികം ഫാൻസി കമ്മൽ തന്നെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് പോവാൻ ഒരുങ്ങണത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കമ്മലിടാതെയും പോകും, കാരണം മറന്നുകൊണ്ടൊക്കെ പോകണം. ഈ ഡ്രസ്സ് പിന്നെ മീഷോന്ന് വാങ്ങിയതേന് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ ഉണ്ടാണ് അങ്ങനെ വാങ്ങിയതേനി. അപ്പോൾ ജീൻസും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് കരുതി വാങ്ങിയതാണ്. പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന ഡ്രസ്സാണ് കേട്ടോ. നല്ല സുഖമാണ് ഇട്ടാൽ അധികം കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതാ കണ്ണാണ്ട മുന്നിൽ പ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചെരുപ്പൊക്കെ പുറത്തേക്കിട്ട് വാതിൽ പൂട്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ബാങ്കിലൊക്കെ ഒന്ന് പോയി വരട്ടെ.
അപ്പോൾ അതാക്കണേ ഇത് എൻ്റെ സ്കൂട്ടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ബുള്ളറ്റൊന്നും എടുക്കണില്ല. സാധാരണ ഞങ്ങൾ അയിമിലൊക്കെ തന്നെയാണ് പോകൽ. ഒന്നും എടുക്കണില്ല. പിന്നെ എൻ്റെ വണ്ടിയിൽ എണ്ണയും കുറവാണ്. പിന്നെ കുട്ടിമാൻ വന്നതിന് ശേഷം ഞാൻ വല്ലാതെ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടില്ല. പിന്നെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാൻ മടിയല്ലേ. ഓലെ എന്നോട് ഓടിച്ചോട്ടെ, ബാക്ക് കുത്തിറങ്ങുന്ന തോന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതാക്കണേ ഞങ്ങൾ ബാങ്കിലൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ അങ്ങാടിക്ക് ഇറങ്ങിയാൽ നമുക്ക് ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കൽ മസ്റ്റല്ലേ. അതില്ലാതെ പിന്നെ എങ്ങനെയാണ് പെരീക്ക് പോരും. ഒരു സമാധാനക്കാട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് തിന്നാന്നും പറഞ്ഞാണ് ഞങ്ങളിതാ നേരെ ഒരു ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്ത് ഒരു പൈനാപ്പിൾ ജ്യൂസ് കേട്ടോ. ഒരു പൈനാപ്പിൾ ജ്യൂസ് അല്ല, 2 പൈനാപ്പിൾ ജ്യൂസും ഒരു ലോഡർ ഫ്രൈസും. പിന്നെ വീട്ടിൽ വെച്ച ചോറും കറികളൊക്കെ അല്ലേ, അത് തിന്നാൻ കരുതിക്കാണ്ട് ലൈറ്റായിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അത് തിന്നപ്പോൾ ഏകദേശം അതന്നെ വയറ് നിറഞ്ഞു കേട്ടോ. ഇത്ര വലിയൊരു പൈനാപ്പിൾ ജ്യൂസും അതുപോലെ ലോഡർ ഫ്രൈസും കൂടി കുടിച്ചപ്പോൾ ചോറിൻ്റെ ഒരു ആവശ്യം തോന്നിയില്ല. പിന്നെ അതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തീർന്നാണ് കേട്ടോ കൊണ്ടുവച്ചത്. അപ്പം ഞാൻ കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.